ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നുണപരിശോധനയിൽ ജയിച്ച സന്തോഷത്തിൽ നിൽക്കുന്ന സുസ്മിതയും ചന്ദ്രബോസിനെയുമാണ്. പിന്നീട് കാണിക്കുന്നത് അർജുൻ ശ്രീരഞ്ജിനെ കാണാനായി എത്തിയിരിക്കുന്നതാണ്. നുണപരിശോധനയിൽ സുസ്മിത വിജയിച്ചെന്ന കാര്യം പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുകയാണ് അർജുൻ. ഇന്നെങ്കിലും സത്യങ്ങളെല്ലാം അറിയാമല്ലോ എന്ന ധൃതിയില ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ മേഡം, ആ പ്രതീക്ഷയും ഇല്ലാതായല്ലോ. ഇത് കേൾക്കുന്ന ശ്രീരഞ്ജിനി പറയുകയാണ്, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത്. പക്ഷേ എന്തു ചെയ്യാം. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുകയാണ്, മേഡം, സുസ്മിത അവിടെ തല കറങ്ങി വീണു. ഇത് കേട്ട ഉടൻ തന്നെ ശ്രീരഞ്ജിനിയും അർജുനും കൂടി സുസ്മിതയുടെ അടുക്കലേക്ക് പോവുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് ഡോക്ടറും ചന്ദ്രബോസും ഒക്കെ തന്നെ എത്തുന്നുണ്ട്. സുസ്മിത അവർ ഒരു വിധത്തിൽ പിടിച്ച് കസേരയിൽ ഇരുത്തുകയാണ്. തുടർന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുകയാണ്, ഹാർട്ട് ബീറ്റും പൾസും ഒക്കെ വല്ലാതങ്ങ് ലോ ആയിട്ടുണ്ട്. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുട്ടിക്ക് പ്രഷറോ മറ്റോ ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല. ഇനി ഡോക്ടർ, സ്ട്രെസ് കാരണം വല്ലതും വീണതായിരിക്കും. അങ്ങനെയല്ലേ എൻ്റെ കുട്ടിയായിട്ട് പെടാപ്പാട് പെടുത്തിയത് ഇവര്. ഇത് കേൾക്കുന്ന അർജുൻ പറയുകയാണ്, അതിന് സുസ്മിത സന്തോഷിക്കുകയല്ലേ വേണ്ടത്. സുസ്മിത കുറ്റക്കാരിയല്ലെന്ന് ഇപ്പോ തെളിയുകയല്ലേ ചെയ്തത്. അതും ശരിയാ, അപ്പോ സന്തോഷം കൊണ്ടായിരിക്കും അല്ലേ ഡോക്ടർ എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, സത്യത്തിൽ തന്നെയൊക്കെ ആരോടോ പോലീസിലെടുത്തത്. എന്തൊക്കെ വിവരക്കേടാ താൻ ഈ വിളിച്ച് പറയുന്നത്. അപ്പോഴാണ് സുസ്മിതയുടെ കയ്യിലുള്ള ഗുളികയുടെ കവറ് അർജുൻ ശ്രദ്ധിക്കുന്നത്. അർജുൻ പെട്ടെന്ന് തന്നെ ആ ഗുളികയുടെ കവറ് എടുക്കാനൊരുങ്ങുമ്പോൾ ചന്ദ്രബോസ് അർജുന്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിക്കുകയാണ്. തുടർന്ന് അർജുൻ എങ്ങനെയൊക്കെയോ ആ ടാബ്ലറ്റിന്റെ കവർ കയ്യിലാക്കുകയാണ്. തുടർന്ന് തന്റെ ഫോണിൽ പരിശോധിച്ചതിന് ശേഷം അർജുൻ ആ ഗുളികയുടെ കവർ ഡോക്ടറിനെ ഏൽപ്പിക്കുന്നു. ഡോക്ടർ, ഇതെന്തിനുള്ള ഗുളികയാണ്? തുടർന്ന് ഡോക്ടർ നോക്കിയിട്ട് പറയുകയാണ്, ഇത് ആൻസൈറ്റിക്കുള്ള ഗുളികയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇതൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. വിദേശത്ത് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഇത് കഴിക്കുകയാണെങ്കിൽ ഹാർട്ട് ബീറ്റും പൾസും ഒക്കെ തന്നെ ഒരുപാട് ലോ ആകും, കൂടുതൽ ആവുകയുമില്ല എന്നൊക്കെ പറയുമ്പോൾ അർജുനും ശ്രീരഞ്ജിനിയും സുസ്മിതയെ രൂക്ഷമായി നോക്കുകയാണ്. ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ചന്ദ്രബോസ്. തുടർന്ന് സുസ്മിതയ്ക്ക് പെട്ടെന്ന് ബോധം വരുമ്പോൾ സുസ്മിത കാണുന്നത് തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന അർജുനെയും മറ്റ് പോലീസുകാരെയുമാണ്. അപ്പോ എനിക്ക് വീട്ടിൽ പോകാമല്ലോ. നിങ്ങളെല്ലാവരും എന്താ എന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുന്നത്? വാ ചിറ്റപ്പ, നമുക്ക് പോകാം. അത്രയും പറഞ്ഞ് സുസ്മിത ചന്ദ്രബോസിനെയും കൊണ്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ശ്രീരഞ്ജിനി പറയുകയാണ്, നമുക്ക് പോകാം. പക്ഷേ അതെങ്ങോട്ടേക്കാണെന്നറിയാമോ? തറവാട്ട് വീട്ടിലേക്ക്. തറവാട് വീടോ? ഏത് എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ശ്രീരഞ്ജിനി പറയുകയാണ്, ആദ്യം നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അതിനുശേഷം നിനക്ക് പറ്റിയ നിന്റെ സ്വന്തം വീട്, അതായത് സെൻട്രൽ ജയിലിലേക്കും ഞാൻ തന്നെ നിന്നെ അയക്കാം. എന്ത് കാര്യത്തിന്? നുണപരിശോധനയിൽ ഞാൻ കുറ്റക്കാരിയല്ലെന്ന് തെളിഞ്ഞതാണല്ലോ. പിന്നെ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോ ഇതെന്താ സുസ്മിതേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുളികയുടെ കവറ് സുസ്മിതയ്ക്ക് നേരെ നീട്ടുകയാണ് ശ്രീരഞ്ജിനി. ആ ഗുളികയുടെ കവറ് കണ്ട് സുസ്മിത ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അത് പിന്നെ ഇത് തലവേദനയുടെ ഗുളികയാ, ഞാൻ കഴിച്ചതാ. നീ ഇത് എവിടെന്നാ വാങ്ങിച്ചത്? അത് പിന്നെ ഞാൻ ഡ്രൈവറിനെ വിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാ മേടിച്ചത്. ഏത് മെഡിക്കൽ സ്റ്റോറ് എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അത് പിന്നെ അത് ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. എങ്കിലേ ഇന്ത്യയിൽ തന്നെ ബാൻ ചെയ്ത മരുന്ന് നിനക്ക് എവിടുന്നാ കിട്ടിയത്? ആ മെഡിക്കൽ സ്റ്റോറിന്റെ പേരൊന്ന് നീ പറഞ്ഞു തരികയാണെങ്കിൽ എനിക്ക് നല്ലതായി. ഇത് കേൾക്കുന്ന സുസ്മിത ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്ന് ചന്ദ്രബോസ് സുസ്മിതയുടെ മുടിക്കുത്തിൽ പിടിച്ച് പറയുകയാണ്, മേഡം, ഇതെന്റെ സ്റ്റേഷൻ പരിധിയിലുള്ള കേസാണ്, അതുകൊണ്ട് ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത്രയും പറഞ്ഞ് ചന്ദ്രബോസ് സുസ്മിതയെ പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഇടിച്ചിട്ടപ്പാ, വേദനിക്കുന്നു എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ടെങ്കിലും അതൊന്നും ചന്ദ്രബോസ് വകവെക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ശ്രീരഞ്ജിനി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അല്ല ചന്ദ്രബോസേ, നിങ്ങള് ഇവളെ എന്താ ചെയ്യാൻ പോകുന്നത്? FIR ഒക്കെ രജിസ്റ്റർ ചെയ്യണം. എന്തൊക്കെ വകുപ്പെന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞേക്കാം. പിന്നെ സുസ്മിതയെ ചിറ്റപ്പം പിടിച്ചപ്പോൾ നിനക്ക് വേദനിച്ചോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് സുസ്മിത പറയുകയാണ്. എങ്കിലേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ശ്രീരഞ്ജിനി ദേഷ്യത്തോടെ സുസ്മിതയുടെ മുടിക്കുത്തിൽ കയറി പിടിക്കുകയാണ്. അയ്യോ മേഡം, എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ്, മേഡം, ഞാൻ നോക്കിക്കോളാം, മേഡം ഒന്നും ചെയ്യണ്ട. അല്ല ചന്ദ്രബോസേ, ഇന്നലെ രാത്രിത്തെ അത്താഴം ഞാൻ ഇവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തേത് നിങ്ങൾ വേണം കൊടുക്കാൻ, കൊണ്ടുപോയിക്കോ. അങ്ങനെ ചന്ദ്രബോസ് സുസ്മിതയും കൊണ്ട് അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശാരികയും ശാരദാമ്മയും കൂടി കുടുംബശ്രീയിലേക്ക് തിരികെ വന്നിരിക്കുന്നതാണ്. അങ്ങനെ ശ്യാമ സന്തോഷത്തോടെ ശാരികയെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവരകത്തേക്ക് കയറുമ്പോൾ ശാരിക രാജീവിനെ കാണുന്നു. ശാരിക ദേഷ്യത്തോടെ രാജീവിനെ നോക്കുകയാണ്. രാജീവ് ശാരികയുടെ അടുക്കലേക്ക് വരാനൊരുങ്ങുമ്പോൾ ശാരിക ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നു. തുടർന്ന് രാജീവ് ശാരദാമ്മയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഇതൊക്കെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് ശാരിക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.